ശ്രദ്ധിക്കുക, നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിരുന്നു. ഇനി അതിന് ശേഷം വരുന്നൊരു യൂണിറ്റാണ് NCERT-യിൽ മൂന്നാമത്തെ യൂണിറ്റാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് പഠിച്ചു അല്ലേ? രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട്, ശരിയല്ലേ? ഈ ചാർജുകൾ ആ സമയത്ത് റെസ്റ്റ് ആയിരുന്നു, ഈ ചാർജുകൾ മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന കൂളംസ് ഫോഴ്സ് കണ്ടുപിടിച്ചു, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, ഇലക്ട്രിക് ഫ്ലക്സോ കണ്ടുപിടിച്ചു. ഇതാണ് ആ യൂണിറ്റിൽ നമ്മൾ ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വേറൊരു യൂണിറ്റ് ഉണ്ട്, അതിനുശേഷം വരുന്നൊരു യൂണിറ്റാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ കറണ്ട് ഉണ്ടാവണമെങ്കിൽ ചാർജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഈ ചാർജ് ഫ്ലോ ചെയ്യണം. ഈ ചാർജ് എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് കറണ്ടാണ് ഇവിടുത്തെ ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യൽ സാധാരണ ക്യാപ് ലെറ്റർ I ആണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ സാധാരണ റെപ്രസെൻ്റ് ചെയ്യൽ ക്യാപ് ലെറ്റർ I ആണ്, ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് ഫ്ലോവിങ് പെർ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചാർജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഈ ചാർജ് എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലേ? അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് ഫ്ലോവിങ് പെർ യൂണിറ്റ് ടൈം. സോ മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് എഴുതാം? I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു Q/T എന്ന് എഴുതാം. കാരണം നമ്മൾ സാധാരണ ചാർജിൻ്റെ സിമ്പിളായിട്ട് എടുക്കാറ് Q ആണ്. സോ I ഈക്വൽ ടു എന്ത് എഴുതാം? Q/T, ചാർജ് ഫ്ലോവിങ് പെർ യൂണിറ്റ് ടൈം. ക്വാണ്ടൈസേഷൻ അനുസരിച്ച് നമുക്കറിയാം Q ഈസിക്കൽ N ആണ്. ഒരു ബോഡിനകത്തുള്ള ടോട്ടൽ ചാർജ് Q ഈസിക്കൽ ആരാണ്? N ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ, 1 2 3 എക്സെട്രാസ്. E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു NE/T എഴുതാം. ക്ലിയർ? I ഈസിക്കൽ NE/T. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചാർജ് എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്യണം, അല്ലേ? നമുക്കറിയാം രണ്ട് ടൈപ്പ് ചാർജ് നമ്മൾ അതിലുണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ഈ രണ്ട് ചാർജും ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം പോസിറ്റീവ് ചാർജായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോട്ടോണിനെയാണ്. ക്ലിയർ? നെഗറ്റീവ് ചാർജായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോണിനെയാണ്. ഇപ്പം നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ആരുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ക്ലിയർ? പ്രോട്ടോൺ ഈസ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ചാർജ് ലെസ് ആണ്. ഇയാൾക്ക് റിവോൾവ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം, ഈ പ്രോട്ടോണെ നമുക്ക് ഇവിടുന്ന് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എക്സ്റ്റേൺ, നമുക്ക് കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചാർജ് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇവിടെ ആരാണ് ഫ്രീ ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് ഇവിടുന്ന് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? ഇലക്ട്രോൺസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ ഒരു കണ്ടക്ടറിലെ കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിലെ കറണ്ട് പറയുന്ന സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഇപ്പോൾ നമുക്കറിയാം ഇയാളും തമ്മിലൊരു കൂളംസ് ഫോഴ്സ് ഉണ്ട്, ശരിയല്ലേ? കാരണം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. അതേപോലത്തെ ഇതാണ് ഫസ്റ്റ് ഇലക്ട്രോൺ, ഇതാണ് സെക്കൻഡ് ഇലക്ട്രോൺ ആയിരിക്കും. ഇവർ തമ്മിലും ഒരു കൂളംസ് ഫോഴ്സ് ഉണ്ട്. ക്ലിയർ? പക്ഷേ രണ്ട് കൂളംസ് ഫോഴ്സും സെയിം ആണോ? കാരണം നമുക്കറിയാം ഇയാളെ ചാർജും സെയിം ആണ്, ഇയാളെ ചാർജും സെയിം ആണ്. പക്ഷേ ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെ? R² ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആകുമ്പോൾ അവിടുത്തെ കൂളംസ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് വളരെ കുറവാകുമ്പോൾ ഇവിടുത്തെ കൂളംസ് ഫോഴ്സ് എന്തുമായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ നമ്മൾ സാധാരണ ബൗണ്ട് ഇലക്ട്രോൺ എന്നാണ് പറയുക. ബൗണ്ട് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ നമ്മൾ സാധാരണ വാലൻസ് ഇലക്ട്രോൺ, അല്ലേ? വാലൻസ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ വേറൊരു പേരാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയാറുണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാറുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണലി ഒരു എനർജി കൊടുത്ത്, നമുക്കറിയാം ഓൾറെഡി പ്രോട്ടോൺ ഈ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോണത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബൗണ്ട് ഇലക്ട്രോണും ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഏത് ഇലക്ട്രോൺ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുക? വാലൻസ് ഇലക്ട്രോണിനെ. കാരണം അവർ ലൂസ്ലി അറ്റാച്ച് വിത്ത് ന്യൂക്ലിയസാണ്. ന്യൂക്ലിയസുമായിട്ടുള്ള അറ്റാച്ച്ഡ് വളരെ കുറവാണ് ബൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എനർജി കൊടുത്ത് ഈ ഇലക്ട്രോൺസ് നമുക്ക് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രോൺസ് ഇവിടുന്ന് റിമൂവ് ആയാൽ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺ. ഈ ഫ്രീ ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കറണ്ട് എന്ന സംഭവം കിട്ടുന്നത്. കറക്റ്റ്? അപ്പോൾ നമ്മൾ ചാർജ് ഫ്ലോവിങ് പെർ യൂണിറ്റ് ടൈം എന്നാണ് പറയുക. പക്ഷേ ഏത് ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺ ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ കാരണം ശരിക്കും എന്താണ്?
ഇലക്ട്രോൺസ് ആണ്. നമ്മൾ കണ്ടക്ടറിലാണ് പറയുന്നത്. കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം ശരിക്കും എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന വേറൊരു ടേമാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ശ്രദ്ധിക്കാൻ, കറണ്ട് പറഞ്ഞു. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് വെച്ചാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഫ്ലോവിങ് പെർ ടോട്ടൽ ടൈം ആണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഓൺ ചെയ്തു, 0 മുതൽ 5 സെക്കൻഡ് വരെ നിങ്ങൾ നോക്കി വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ Q/T ചെയ്താൽ മതി. ചിലപ്പോൾ ഞാൻ ചോദിക്കുക രണ്ടാമത്തെ സെക്കൻഡിലെ കറണ്ട് എത്രയാണ്? ക്ലിയർ? മൂന്നാമത്തെ സെക്കൻഡിലെ കറണ്ട് എത്രയെന്ന് നോക്കുക. അതിന് നമ്മൾ എന്താ പറയുക? ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാനാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു dQ/dt. I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു dQ/dt. അപ്പോൾ ശ്രദ്ധിക്കുക, ചാർജ് ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരും. അതിനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമുക്ക് എന്ത് കറണ്ട് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കിട്ടും. ആ ഇൻസ്റ്റന്റിലെ കറണ്ട് കിട്ടും. ടോട്ടൽ ആ സർക്യൂട്ടിലെ കറണ്ട് കാണാൻ പറഞ്ഞാൽ I ഈസിക്കൽ എന്ത് ചെയ്താൽ മതി? Q/T ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ നോക്കാം. കാരണം നമ്മൾ ഇലക്ട്രിക് കറണ്ട് പറഞ്ഞു, അതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് പറഞ്ഞു. ഇനി ഇയാളെ ഫസ്റ്റ് വരുന്ന ഇയാളെ SI യൂണിറ്റ് ആണ്. ഈ SI യൂണിറ്റ് ഈസ് ആംപിയർ ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യൽ ക്യാപ് ലെറ്റർ A ആണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. ചാർജ് കൂളം ടൈം സെക്കൻഡ്, കൂളം പെർ സെക്കൻഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള യൂണിറ്റ് SI യൂണിറ്റ് ഈസ് ആരാണ്? ആംപിയർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇയാളെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ ക്യാപ് ലെറ്റർ A ആണ്. കാരണം ഇലക്ട്രിക് കറണ്ട് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇയാളുടെ ഡയമെൻഷൻ എന്താ വരാറ്? ക്യാപ് ലെറ്റർ A. പിന്നെ അതേപോലെ തന്നെ ഇയാളൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അത് ശ്രദ്ധിക്കണം. ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ക്ലിയർ? പക്ഷേ ഇയാൾ സ്കാലാറാണ്. അതെന്തുകൊണ്ടാണ്? ഇയാൾ ഒരിക്കലും ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം, ഇതാണ് ബാറ്ററി അല്ലേ? ബാറ്ററി കണക്ട് ചെയ്യാറുണ്ട്. ഇത് പ്ലസ്, ഇത് മൈനസ്, നമ്മൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. കറക്റ്റ്? അപ്പോൾ നമ്മൾ എപ്പോഴും കറണ്ട് എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കാണിക്കാറുണ്ട്. ശരിയല്ലേ? കറണ്ട് ഡയറക്ഷൻ പ്ലസ് ടെർമിനലിൽ നിന്ന് മൈനസിലേക്ക് കാണിക്കാറ്. അപ്പോൾ കറണ്ടിനൊരു ഡയറക്ഷൻ വന്നില്ലേ? ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം? ഇയാളെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇയാൾ എന്ത് ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ എന്ത് ഒബേ ചെയ്യുന്നില്ല? ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളൊരു ജംഗ്ഷൻ എടുത്തു വിചാരിക്കുക. ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഒരു കറണ്ട് വന്നു 5 ആംപിയർ, ഈ വയറിൽ നിന്ന് ഒരു കറണ്ട് വന്നു 10 ആംപിയർ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ വയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 5 ആംപിയർ കറണ്ട് വന്നു, ഈ വയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ആംപിയർ കറണ്ട് വന്നു. ശരിയല്ലേ? അപ്പോൾ ഈ വയറിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്ര പോകുന്നു വെച്ചാൽ 5 + 10 15 ആംപിയർ ആണ് ഇതിലൂടെ പോവുക. ശരിയല്ലേ? കാരണം ഈ ജംഗ്ഷനിൽ എത്ര കറണ്ട് വന്നു? ഇവിടുന്ന് 15 വന്നു, സ്വാഭാവികമായിട്ട് 15 തിരിച്ചു. ദാറ്റ് മീൻസ് ഇത് ആഡ് ചെയ്യാൻ ഞാൻ വെക്ടർ അഡീഷൻ എടുത്തോ? ഇല്ല. കാരണം വെക്ടർ അഡീഷൻ ചെയ്യണമെങ്കിൽ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, അവർക്കിടയിലുള്ള ആംഗിളൊക്കെ അറിയണം. അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ കറണ്ട് ഒരിക്കലും എന്തോ ഒബേ ചെയ്യുന്നില്ല? ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റി ആയത്? സ്കാലാർ ക്വാണ്ടിറ്റി ആയത്. ക്ലിയർ? പിന്നെ നമ്മൾ സാധാരണ ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട് മെഷേർഡ് ബൈ അമ്മീറ്റർ ആണ്. മെഷേർഡ് ബൈ അമ്മീറ്റർ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഇലക്ട്രിക് കറണ്ടിനെ മെഷർ ചെയ്യാൻ ഏത് ഇൻസ്ട്രുമെൻ്റാണ് ഉപയോഗിക്കാറ്? അമ്മീറ്റർ ആണ് ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ അമ്മീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സർക്യൂട്ടാണ്. കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സർക്യൂട്ട്. അപ്പോൾ നിങ്ങളുടെ സർക്യൂട്ടിൽ നമുക്ക് 2 വിധത്തിലെ കണക്ഷൻ നടത്താൻ പറ്റും. സീരീസ് കണക്ഷൻ ഉണ്ട്, പാരലൽ കണക്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണ് നിങ്ങളുടെ അടുത്തൊരു ബാറ്ററി എന്ന് വിചാരിക്കുക, ഇത് പ്ലസ് മൈനസ്. അപ്പോൾ ഇതിലൂടെയുള്ള ഫ്ലോ ഉള്ള കറണ്ട് കാണണമെങ്കിൽ, ഇപ്പോൾ ഇതാണ് കറണ്ട്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I ആംപിയർ. ഇത് എത്രയെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ പാരലൽ കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല, കാരണം ഇങ്ങനെ കണക്ട് ചെയ്താൽ കുറച്ച് കറണ്ട് ഇതിലൂടെ പോകും. നമുക്ക് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ? അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. ക്ലിയർ? അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്.
പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു മില്ലി അമ്മീറ്റർ, ഈ മില്ലി അമ്മീറ്റർ ആംപിയർ എന്ന് പറഞ്ഞ അർത്ഥം 10⁻³ ആംപിയർ ആണ്. ക്ലിയർ? ചിലപ്പോൾ ഒരു മൈക്രോ ആംപിയർ, മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആംപിയർ ആണ്. ക്ലിയർ? ഇതൊക്കെയാണ് ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട ടേമുകൾ. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന വേറൊരു ടേമാണ് ഡെഫിനിഷൻ ഓഫ് ആംപിയർ. ഡെഫിനിഷൻ ഓഫ് ആംപിയർ. അപ്പോൾ ഈ ഡെഫിനിഷൻ ഓഫ് ആംപിയർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സർക്യൂട്ടിൽ എപ്പോഴാണ് 1 ആംപിയർ കറണ്ട് കിട്ടുക? കാരണം കറണ്ട് എന്ന് പറഞ്ഞാൽ I is equal to Q/T. അപ്പോൾ 1 ആംപിയർ കറണ്ട് കിട്ടണമെങ്കിൽ ദാറ്റ് മീൻസ് I is equal to Q/T. ക്ലിയർ? സോ 1 ആംപിയർ ഈക്വൽ ടു 1 കൂളം ഡിവൈഡിങ് ബൈ 1 സെക്കൻഡ്. ഇതിനെ നമ്മൾ ഡെഫിനിഷൻ ഓഫ് ആംപിയർ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങളുടെ സർക്യൂട്ടിൽ 1 ആംപിയർ കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 കൂളം ഓഫ് ചാർജ് ഫ്ലോവിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. നമുക്ക് എന്ത് ചെയ്യാം? ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയെന്ന് പറയാം? 1 ആംപിയർ കറണ്ട് എന്ന് പറയാം. 1 കൂളം ഓഫ് ചാർജ് ഫ്ലോവിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ദെൻ ദ കറണ്ട് ഈസ് 1 ആംപിയർ. അതിനെ നമ്മൾ എന്താ പറയുക? ഡെഫിനിഷൻ ഓഫ് ആംപിയർ. ക്ലിയർ? ഇനി നമ്മൾ സാധാരണ ഈ മെറ്റീരിയൽ നമ്മൾ സാധാരണ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ കണ്ടക്ടർ എന്ന് പറയാറുണ്ട്, ഒന്ന് കണ്ടക്ടർ എന്ന് പറയാറുണ്ട്, രണ്ടാമത്തത് ഇൻസുലേറ്റർ, മൂന്നാമത്തത് സെമി കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിനെ ഈ കണ്ടക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി അനുസരിച്ച് മെറ്റീരിയൽ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കണ്ടക്ടർ ഉണ്ട്, ഇൻസുലേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? സെമി കണ്ടക്ടർ. കണ്ടക്ടർ നമുക്കറിയാം എന്താണ്? കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെരി ഈസിലി. അപ്പോൾ എന്ത് ചെയ്യും? കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെരി ഈസിലി. കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെരി ഈസിലി. ക്ലിയർ? ഇൻസുലേറ്റേഴ്സ് എന്ന് എന്താ അർത്ഥം? ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സംഭവം. ഇതൊരു പാർഷ്യലിയാണ്. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെരി ഈസിലി. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ ആരാണ് ഫ്ലോ ചെയ്യുക? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന കാരണമാണ് കറണ്ട് കിട്ടുന്നത്. ഇലക്ട്രോണിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്, ബൗണ്ട് ഇലക്ട്രോൺ ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഏത് മെറ്റീരിയലാണ് ഫ്രീ ഇലക്ട്രോൺ എന്നാൽ ഫ്രീ ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എനർജി ഉപയോഗിച്ച് ഈസി, ദാറ്റ് മീൻസ് നമ്മളൊരു ബാറ്ററി ഒക്കെ അപ്ലൈ കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് മെറ്റീരിയലിലാണോ കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് അതിനെ നമ്മൾ എന്താ പറയുക? കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ അർത്ഥം കണ്ടക്ട് ഇലക്ട്രിസിറ്റി അതിൻ്റെ കാരണം എന്താണ്? ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇതിൽ ഒരുപാട് നമ്പർ ഓഫ് എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അത് കാരണമാണ് കണ്ടക്ടർ ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത്. പക്ഷേ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നർത്ഥം വെരി ഫ്യൂ, അല്ലെങ്കിൽ ഫ്യൂ ഓർ നോ ഫ്രീ ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ നോ ഫ്രീ ഇലക്ട്രോൺസ്. അതിന് നമ്മൾ എന്തെന്ന് പറയാ? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ പറയാറ് ഇപ്പോൾ മെറ്റൽസ് ഒക്കെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. മെറ്റൽസ് നമ്മൾ കോപ്പർ ഉപയോഗിക്കാറുണ്ട്, അലുമിനിയം, സിൽവർ, ഇതൊക്കെ നമ്മൾ സാധാരണ എന്താണ്? മെറ്റൽസ് ആണ്. ഇതൊക്കെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ അതിൽ നമ്മൾ സാധാരണ കോപ്പറാണ് ഉപയോഗിക്കാറ്. ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവർ ആണ്. പക്ഷെ സിൽവർ കോസ്റ്റ്ലി ആയ കാരണം നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ കണക്ട് ചെയ്യാൻ കോപ്പറാണ് ഉപയോഗിക്കാറ് അല്ലേ? ഇനി മെറ്റൽസ് മാത്രമല്ല, ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടർ ആണോ അല്ലേ? അപ്പോൾ ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടറാണ്. ഹ്യൂമൻ ബോഡി കാരണം നമുക്ക് ഷോക്ക് അടിക്കാറില്ലേ? ഷോക്ക് അടിക്കുമ്പോൾ ചാർജ് ഫ്ലോ ചെയ്തു എന്നല്ല അർത്ഥം. അപ്പോൾ ഹ്യൂമൻ ബോഡി ഒരു ഗുഡ് കണ്ടക്ടറാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് എന്നുള്ള സംഭവമുണ്ട്, കാർബണിൻ്റെ ഒരു അലോയ് അല്ലേ? അപ്പോൾ ഗ്രാഫൈറ്റ് എന്നുള്ള സംഭവം എന്ത് തന്നെയാണ്? ശരിക്കും കണ്ടക്ടറാണ്. ഇനി ഇൻസുലേറ്റർ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഇസ് നോ കണ്ടക്ടിവിറ്റി. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രിക്ക് അല്ലേ, വുഡ്, ഇങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഈ സെമി കണ്ടക്ടർ നമുക്ക് ഓൾറെഡി ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട് ലാസ്റ്റ്, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ സെമി കണ്ടക്ടർ ഇത്രയുള്ള എന്താണ് സംഭവം? ലോ ടെമ്പറേച്ചറിൽ ഇവരൊരു ഇൻസുലേറ്റർ ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഇയാളൊരു കണ്ടക്ടറായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഇനി പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ ബിഹേവ് ആസ് ഇൻസുലേറ്റർ, ബട്ട് ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഒരു കണ്ടക്ടറായിട്ട് മാറാം. ശരിയല്ലേ? ഇയാൾ മെയിനായിട്ട് വരുന്നത് ജെർമേനിയം ആൻഡ് സിലിക്കൺ ആണ്. എക്സാമ്പിൾ ആയിട്ട് വരാറ് ജെർമേനിയം ആൻഡ് സിലിക്കൺ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയലിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ സാധാരണ കൺവെൻഷണൽ കറണ്ടും ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് കറണ്ടും ഉണ്ട്. ശ്രദ്ധിക്കുക, കൺവെൻഷണൽ കറണ്ടും ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് കറണ്ടും ഉണ്ട്. കൺവെൻഷണൽ കറണ്ടും ഇലക്ട്രോണിക് കറണ്ടും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഈ കൺവെൻഷണൽ കറണ്ട് നമ്മൾ സാധാരണ ഐ എന്ന് പറയാറ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഐ എന്ന് പറയുന്നത് കൺവെൻഷണൽ കറണ്ടാണ്. പക്ഷെ നമ്മളത് കൺവെൻഷൻ ഒന്നും പറയാറില്ല, നമ്മളെപ്പോഴും ഇലക്ട്രിക് കറണ്ടിനെ പറയാറുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു നമ്മൾ സാധാരണ കീ എന്ന് പറയാറുണ്ട് അല്ലേ, ഈ സിമ്പൽ നമ്മൾ സാധാരണ കീ പറയാറുണ്ട്. ഇത് സെല്ലാണെങ്കിൽ ഇത് പ്ലസ് മൈനസ് അല്ലേ, സെല്ലിനൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവും വി. ക്ലിയർ? അപ്പോൾ സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിലൂടെ കറണ്ട് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കാണിക്കാറ്? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ കാണിക്കാറ്. ക്ലിയർ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം ചാർജ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്ലസിൽ നിന്ന് മൈനസിലേക്ക് ഡയറക്ഷൻ കാണിച്ചാൽ എന്താ അതിൻ്റെ മീനിങ്? പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്ത് നെഗറ്റീവിലെത്തി എന്നല്ലേ. കാരണം നമുക്കറിയാം ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുക. ഈ പ്ലസ് എപ്പോഴും മൈനസിന് അട്രാക്ട് ചെയ്യൂലേ. അപ്പോൾ നമുക്കറിയാം ഈ പ്ലസ് ചാർജ് ഇങ്ങനെ മൂവ് ചെയ്തു ഇവിടെ എത്തി, അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടിയെന്നല്ല അർത്ഥം. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നില്ല. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ അല്ലേ, അത് മൂവ് ചെയ്യുന്നില്ല. ആരാണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് ചാർജ് അല്ലേ പ്ലസ്സിലേക്ക് മൂവ് ചെയ്യുക. ക്ലിയർ? കൺഫ്യൂഷൻ വേണ്ട. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ഈ നെഗറ്റീവ് അല്ലേ പ്ലസ്സിനെ അട്രാക്ട് ചെയ്യുക. അപ്പം ശരിക്കും ആ വയറിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? ആരാണ് മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതൊരു കോപ്പർ വയർ ആണെങ്കിൽ ആ കോപ്പർ വയറിൻ്റെ അകത്ത് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ആരാണ് മൂവ് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജ് അല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജ് ശരിക്ക് പോസിറ്റീവിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. ശരിയാണോ? അപ്പോൾ അത് കാരണമാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് കൺവെൻഷണൽ കറണ്ടാണ്. കാരണം അവർ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ആക്ച്വൽ ഡയറക്ഷൻ. പിന്നെ അത് തിരുത്താൻ പോയില്ല. അവർ ആദ്യം തന്നെ ഫോളോ ചെയ്ത് എന്തായിരുന്നു? പ്ലസ്സിൽ നിന്നും മൈനസിലേക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന എന്താണ്? കൺവെൻഷണൽ കറണ്ട്. ഏത് സർക്യൂട്ട് ഡയഗ്രം നമ്മൾ വരച്ചാലും കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കൽ ബാറ്ററീൻ്റെ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ്. അതാണ് ശരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ? പക്ഷേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അതല്ല. അതിനെ നമ്മൾ ഇലക്ട്രോണിക് കറണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് അത് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഇത് വെച്ചിട്ടാണ് എല്ലാം ചെയ്യാറ്. പക്ഷെ അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇലക്ട്രോണിക് കറണ്ട് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ക്ലിയർ? കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാത്രം പഠിച്ചാൽ മതി, പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക്. പക്ഷേ അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നമ്മൾ കൺവെൻഷണൽ കറണ്ട് എന്നും പറയും, മറ്റേ നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രോണിക് കറണ്ട് എന്നും പറയും. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇയാളുടെ ഡ്യൂട്ടി എന്താണ്? ഈ ബാറ്ററി. ഇതിനെ നമ്മൾ സാധാരണ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയാറുണ്ട് അല്ലേ. സെൽ അല്ലെങ്കിൽ ബാറ്ററി. എന്താണ് ഇയാളുടെ ഡ്യൂട്ടി? ഈ സെൽ അല്ലെങ്കിൽ ബാറ്ററി, ഇപ്പം നമ്മളറിയാം, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഒരു 10 വോൾട്ടാന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ബാറ്ററിയിലൊക്കെ എഴുതിയിട്ടുണ്ടാകും 5 വോൾട്ട് 10 വോൾട്ടൊക്കെ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന 10 വോൾട്ടാന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 10 വോൾട്ടാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മളിനി പഠിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 10 വോൾട്ട് ആണെങ്കിൽ ഇയാൾ 10 വോൾട്ട് ആയിരിക്കും, പ്ലസ് 10 വോൾട്ട് ആയിരിക്കും. ഈ മൈനസ് എന്ന് പറയുന്നത് 0 വോൾട്ടും ആയിരിക്കും. അപ്പോൾ ഒന്ന് പ്ലസ് 10 വോൾട്ടും മറ്റത് 0 വോൾട്ടും. അപ്പോൾ ഇവർക്കിടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? കാരണം പ്ലസ് വാല്യൂ 10, മറ്റാൾ 0. അപ്പോൾ 10 മൈനസ് 0 എന്ത് കിട്ടും? 10 വോൾട്ട് കിട്ടും. അതിൻ്റെ അർത്ഥം ഈ ബാറ്ററി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സെല്ല് നിങ്ങൾക്ക് തരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാൽ 10 വോൾട്ട് ആണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററിയാണ് ഡ്രൈവർ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞ സംഭവം. കാരണം എന്താണ്? ഇത് കോപ്പർ വയറാണ്. ഈ കോപ്പർ വയറിൻ്റെ അകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ അയാൾക്കൊരു പുഷ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ. അതാണ് ഈ ബാറ്ററി. ബാറ്ററി ഈസ് ദ ഡ്രൈവർ. മീൻസ് നമുക്കറിയാം ഡ്രൈവർ ഓഫ് കറണ്ട് എന്ന് പറയാം. ഡ്രൈവർ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ ഉണ്ടെങ്കിൽ കാറിന് ഒറ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ഡ്രൈവർ വേണം. അതേപോലെ തന്നെ ഈ കണ്ടക്ടറിൻ്റെ അകത്തൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു എനർജി കൊടുക്കണം അല്ലേ. അതാണ് ഈ ബാറ്ററീൻ്റെ ഡ്യൂട്ടി. ആ ബാറ്ററി എപ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ ചാർജ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യാം? ചാർജ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതാണ് ബാറ്ററി ചെയ്യുന്നത്. ആ ബാറ്ററി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങും?
ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ക്ലിയർ? അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യലാണ് ബാറ്ററീൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് ബാറ്ററി നമ്മുടെ ഡ്രൈവർ ഓഫ് കറണ്ട് എന്ന് പറയുക. ക്ലിയർ? ഇനി നമ്മൾ ഈ സർക്യൂട്ട്, ഇതാണ് ഇപ്പോൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ സർക്യൂട്ട് ഡയഗ്രാം രണ്ട് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്, ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്. ഇപ്പം നമ്മളൊരു കീയില്ലേ, ഈ കീ ഞാനിവിടെ ക്ലോസ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് കണക്ട് ചെയ്തിട്ടില്ല, സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾക്ക് കറണ്ട് കിട്ടുമോ? ഇല്ല, കറണ്ട് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്തു, പക്ഷേ ഇവിടെ ഈ ടെർമിനൽ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് കിട്ടുമോ? ഇല്ല. ദാറ്റ് മീൻസ് ഓപ്പൺ സർക്യൂട്ട് നിങ്ങൾക്ക് ഒരിക്കലും കറണ്ട് കിട്ടില്ല. അപ്പോൾ ഈ ഓപ്പൺ സർക്യൂട്ടിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് സർക്യൂട്ടാണ്. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സർക്യൂട്ട് അല്ല. ചിലപ്പോൾ ചില ടെർമിനൽസ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, സ്വിച്ച് ചിലപ്പം ഓഫ് ആയിരിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് നിങ്ങൾക്ക് കറണ്ട് കിട്ടില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സർക്യൂട്ട് നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്പൺ സർക്യൂട്ട്. ഇൻകംപ്ലീറ്റ് സർക്യൂട്ടാണ്. പക്ഷേ ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് കിട്ടുള്ളൂ. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സർക്യൂട്ടാണ്. ദാറ്റ് മീൻസ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറണ്ട് കിട്ടും, ആണല്ലേ. ഒരു ബൾബ് ഇവിടെ കണക്ട് ചെയ്താൽ ആ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന സർക്യൂട്ട് ദാറ്റ് മീൻസ് കംപ്ലീറ്റ് സർക്യൂട്ട്. മാറിപ്പോരുത്. ഓപ്പൺ സർക്യൂട്ട് നിങ്ങൾക്ക് ഒരിക്കലും കറണ്ട് കിട്ടൂല, അത് ഇൻകംപ്ലീറ്റ് സർക്യൂട്ടാണ്. സർക്യൂട്ട് ക്ലോസ്ഡ് ആയാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. അതിന് നമ്മുടെ സാധനം കീ ഒക്കെ ആണെങ്കിൽ കീ ക്ലോസ്ഡ് എന്ന് പറയും. ഇയാൾ നമ്മൾ പറഞ്ഞ പേരാണ് കീ. സ്വിച്ച് ആണെങ്കിൽ ഓൺ ഓഫ് എന്ന് പറയും. കീ ആണെങ്കിൽ ക്ലോസ്ഡ് എന്ന് പറയും. ക്ലോസ് ചെയ്താലാണ് എന്ത് ചെയ്യുക? അതിൻ്റെ അകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്യുക. ക്ലിയർ? അപ്പം ഇതാണ് ബേസിക് ആയിട്ട് കറണ്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇവിടെ വരുന്നൊരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞ സംഭവം. ശ്രദ്ധിക്കണം, കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി നമ്മുടെ സാധനം ജെ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്താ വെച്ചാൽ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോവിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ശ്രദ്ധിക്കണം, കറണ്ട് ഫ്ലോവിങ് പെർ യൂണിറ്റ് ഏരിയ. സോ ഐ ഈസ് നത്തിങ്, ജെ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു I/A ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ഒരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യൽ ക്യാപിറ്റൽ ലെറ്റർ J ആണ്. ഈ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോവിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഒരു ഗിവൺ ഏരിയയുടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ എന്താ പറയുക? കറണ്ട് ഡെൻസിറ്റി. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് J = I/A. അപ്പോൾ ഇയാൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് ഈസ് നമുക്കറിയാം കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ഡിവൈഡിങ് ബൈ ഏരിയ മീറ്റർ സ്ക്വയർ. സോ ആംപിയർ മീറ്റർ സ്ക്വയർ വരും കറണ്ട് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇയാളുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ ആംപിയറിന് A വരും L⁻². ഇയാളുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആംപിയർ L⁻². പിന്നെ ശ്രദ്ധിക്കണം, ഈ കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയ നമ്മൾ ഏരിയ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ I എന്ന് പറഞ്ഞ സംഭവം ശരിക്കും J എന്താ കിട്ടുക? അല്ലെങ്കിൽ J = I/A അല്ലേ. അപ്പോൾ I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ നമുക്ക് J.A ആണ് വരിക. ശ്രദ്ധിക്കണം, J.A എന്ന് പറഞ്ഞാൽ JA cos θ. കാരണം J നമ്മളൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. A എന്ന് പറയുന്നതും ഏരിയ വെക്ടർ. പക്ഷെ വരെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസർ സ്കാലാറേ കിട്ടുള്ളൂ. കാരണം ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, കറണ്ട് ഡെൻസിറ്റി നമ്മൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം കറണ്ട് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ I/A. അപ്പോൾ അത് വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ I = J.A എന്ന് എഴുതുക. കാരണം J ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഏരിയ നമ്മൾ വെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ J.A = I വരും. ക്ലിയർ? കാരണം I ഒരു സ്കാലറാണ്. ക്ലിയർ? അപ്പോൾ ഇതിലെ ഡയറക്ഷൻ സിമിലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങോട്ടാണോ കാണിക്കാറ്, നമ്മൾ ചാർജ് പഠിച്ച സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കാണിച്ചത് പോസിറ്റീവ് എന്ന് തുടങ്ങാറുണ്ട്, ശരിയല്ലേ? നെഗറ്റീവിൽ പോയി എൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കാണിക്കാറ്. അപ്പോൾ ഏതാണോ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് അത് തന്നെയാണ് ആരുടെ ഡയറക്ഷനായിട്ടും വരിക? അത് തന്നെയാണ് സാധാരണ Jൻ്റെ ഡയറക്ഷനായിട്ടും വരിക. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി J = കറണ്ട് ഫ്ലോവിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? അപ്പോൾ ഈ ഒരു ടേമിന് നമ്മൾ സാധാരണ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇലക്ട്രിക് കറണ്ടും അതേപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടും അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസുമാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചാർജ് എന്ന് വിചാരിക്കരുത്, ചാർജ് ഫ്ലോവിങ് ത്രൂ എ വയർ. ചാർജ് Q = 6t² + 4t + 5 കൂളമാണെന്ന് വിചാരിക്കുക. ചാർജ് Q =
6t² + 4t + 5 കൂളം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് I when t = 1 സെക്കൻഡ്. അപ്പോൾ ടൈം 1 സെക്കൻഡ് ആകുമ്പോഴുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടൈം 1 സെക്കൻഡ് ആകുമ്പോഴുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ അത് എന്ത് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് കറണ്ടാണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? I = dq/dt. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് ആരാണ് ചാർജ്? 6t² + 4t + 5. ശരിയല്ലേ? നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ചാർജിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 6 കോൺസ്റ്റന്റ് ഇൻറ്റു t² ഡിഫറൻസിയേഷൻ 2t ആണ്. ക്ലിയർ? കാരണം x⁻n ഡിഫറൻസിയേഷൻ n × x⁻n - 1 ആണ്. അപ്പോൾ t² ഡിഫറൻസിയേഷൻ 2t പ്ലസ് 4 കോൺസ്റ്റന്റ് ടിന്റെ ഡിഫറൻസിയേഷൻ 1 വരും. dt/dt 1 വരും. ക്ലിയർ? 1 പ്ലസ് കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ഡിഫറൻസിയേഷൻ 0. ക്ലിയർ? അപ്പോൾ I = 6 × 2 എത്ര കിട്ടും? 12t + 4 ആംപിയർ കിട്ടും. ഇനി നമ്മൾ ചോദിച്ചിട്ടുണ്ട് ടൈം എത്രയായിരിക്കണം? 1. ടൈം 1 ആണെങ്കിൽ 1 കൊടുക്കുക, ടൈം 2 ആണെങ്കിൽ 2 കൊടുക്കുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 12 × 1 + 4. അപ്പോൾ എത്ര കിട്ടുക? 12 + 4 16 ആംപിയർ കിട്ടും കറണ്ട്. ഇത് ഇൻസ്റ്റന്റേനിയസ് കറണ്ടാണ്. ഒന്നാമത്തെ സെക്കൻഡിലെ ആ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ വയറിലെ കറണ്ട് 16 ആംപിയർ. അപ്പോൾ ഇതിനോട് എന്ത് കറണ്ട് പറയും? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയും. ക്ലിയർ? ഇനി അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് ചാർജ്. flowing through a conductor is 4.8 into 10⁻⁻19 coulomb in 4 second. In 4 second അല്ലെങ്കിൽ in 2.4 second. Calculate current. Calculate current. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. I is nothing but equal to ചാർജ്. കാരണം അത് ചാർജ് എന്നിട്ട് ടൈം വന്നിട്ട്. അപ്പോൾ I is equal to Q/T. ശരിയല്ലേ? Q/T. Q എത്രയാണ്? 4.8 into 10⁻⁻19 dividing by 2.4. ക്ലിയർ? ഈ 2.4ഉം 4.8 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 ടൈംസ് അല്ലേ? ഒരു 2 ടൈംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അവസാനം എന്ത് കിട്ടും? I = 2 × 10⁻⁻19 ആംപിയർ. ക്ലിയർ? അപ്പോൾ ഇത് ബേസിക് ആയിട്ട് 2 എക്സാമ്പിൾസ് ഏതാണ്? ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനം വീണ്ടും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്ത് പഠിച്ചു? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചു അല്ലേ? ഇനി ഇവിടെ വരുന്ന അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബിഹേവിയർ ഓഫ് conductor. Behavior of conductor in an electric field in the absence of an electric field. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് കണ്ടക്ടർ. ഇപ്പം നമ്മൾ സാധാരണ കണ്ടക്ടറിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ, ഒരു കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്പാണ് അല്ലേ? വളരെ തിന്നായിട്ട് ഇതേ ഷേപ്പാണ്, വളരെ തിന്നായിരിക്കുന്നു മാത്രം. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് വയർ. ക്ലിയർ അല്ലേ? അപ്പോൾ ബിഹേവിയർ ഓഫ് കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യുക. ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. കാരണം ബാറ്ററിക്ക് ഒരു പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ക്ലിയർ? ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ കണ്ടക്ടർ എന്ന് വിചാരിക്കാം. ഈ കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് ഒരു കണ്ടക്ടർ എങ്കിൽ ഇത് നമ്മൾ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. ക്ലിയർ? ബാറ്ററിൻ്റെ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. ക്ലിയർ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. കാരണം ഒരു പ്ലസ്സും മൈനസും വന്നാൽ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ക്ലിയർ? കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പ്ലസ്സിൽ നിന്നും മൈനസിലേക്കാണ് എടുക്കാറ് അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലാം എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡും ഇവരൊക്കെ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താ വെച്ചാൽ E ഈസ് ഓൾവേസ് ഈക്വൽ ടു V/L ആയിരിക്കും. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്ക് വേറൊരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, V എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ബാറ്ററീൻ്റെ വോൾട്ടേജ്,
പിന്നെ L ലെങ്ത്, കണ്ടക്ടറിന്റെ ലെങ്ത്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എപ്പോഴും E ഈസ് ഈക്വൽ എന്തായിരിക്കും? V/L ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിലെ യൂണിറ്റ് ചിലപ്പം വോൾട്ട് പെർ മീറ്റർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ ന്യൂട്ടൺ പെർ കൂളമാണ് പഠിച്ചത്, അതിന് വരെ വോൾട്ട് പെർ ലെങ്ത് ഉപയോഗിക്കും, മീറ്ററും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ രണ്ട് കാര്യങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പ്ലസും മൈനസും. അപ്പോൾ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് പ്ലസിൽ നിന്ന് മൈനസിലേക്ക് ഉണ്ടാവും അല്ലേ? ഇതാണ് കണ്ടക്ടർ, കണ്ടക്ടറിന്റെ ലെങ്ത് ആണ് L. അപ്പോൾ E ഈസ് ഈക്വൽ ടു V/L ഒക്കെ വരും. ഇത് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഹേവിയർ ഓഫ് കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളതിൽ കണ്ടക്ടർ ഉണ്ട്. ഇപ്പം ഇതാണൊരു കണ്ടക്ടർ എങ്കിൽ കണ്ടക്ടർ ഉണ്ട്, പക്ഷേ ഇത് ആരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ല, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി നിങ്ങളതിൽ ഇതേപോലത്തെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഇതേപോലത്തെ ഒരു കണ്ടക്ടർ ഉണ്ട്. നമുക്കറിയാം കണ്ടക്ടറിൻ്റെ ഷേപ്പ് എപ്പോഴും സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലേ? L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. A ആയിരിക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ? ഇപ്പം ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ? നമ്മൾ പ്രോട്ടോൺ നോക്കേണ്ട ആവശ്യമില്ല, കാരണം കറണ്ട് കിട്ടാനുള്ള കാരണം എന്താണ്? അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ മൂവ് ചെയ്യണം. കറക്റ്റ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ? ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഇലക്ട്രോൺസ് ഒക്കെ റെസ്റ്റ് ആണോ? അല്ല, അവർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? റിവോൾവ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വേറെ ഇലക്ട്രോൺസ് ഉണ്ടാവും, കാരണം ഇതിനകത്ത് ഒരുപാട് ആറ്റംസ് ഇല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിനൊക്കെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇപ്പോൾ ഇലക്ട്രോൺ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും മൂവ് ചെയ്തു, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും മൂവ് ചെയ്തു, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും മൂവ് ചെയ്തു, ഒരു ഇലക്ട്രോൺ. ദാറ്റ് മീൻസ് ദീസ് ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ് എന്ന് പറയാം. ദീസ് ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ് അല്ലേ? കാരണം അവർക്ക് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റൂല. ക്ലിയർ? കാരണം പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബാറ്ററി കൊടുക്കണം, അപ്പോഴാണ് അയാൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാറ്ററി ഇല്ല, അതാണ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഒക്കെ റാൻഡം ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും, കൊളീഷനൊക്കെ നടക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ലേ? കറണ്ട് ഇല്ല. ദാറ്റ് മീൻസ് ഇവരെ ആവറേജ് വെലോസിറ്റി എന്ത് വരും? ആവറേജ് വെലോസിറ്റി U ഈക്വൽ ടു 0 ആയി. കാരണം എല്ലാ ഇലക്ട്രോൺസും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർ ആവറേജ് ആയിട്ടുള്ള ആവറേജ് വെലോസിറ്റി U എന്ത് വരും? 0 വരും. കാരണം എന്താണ്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്തു, ഇടിച്ചു, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. കാരണം അവർക്ക് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല, പല ഡയറക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്തു, നെറ്റ് ആവറേജ് വെലോസിറ്റി എന്തായി? 0 ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്ത് കിട്ടൂല? അപ്പോൾ ആ സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ടാവില്ല, I 0 ആയിരിക്കും. ശരിയല്ലേ? കറണ്ട് കിട്ടുന്നില്ല, ഇലക്ട്രോൺ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇവിടെ വരുന്ന ഒരു ടേമാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം അതിന് നമ്മൾ സാധനം ടോ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഈ ടോ എന്താണെന്ന് വെച്ചാൽ ടൈം ടേക്കൺ ഫോർ സക്സസീവ് കൊളിഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ടൈം ടേക്കൺ ഫോർ സക്സസീവ് കൊളിഷൻ ഓഫ് ഇലക്ട്രോൺ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ല? കറണ്ട് ഒന്നുമില്ല, ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളവിടെ ഒരു ടേം ഉപയോഗിക്കും, ഇവിടെ ടൈമിന് വരെ നമ്മൾ ഉപയോഗിക്കൽ റിലാക്സേഷൻ ടൈമാണ്. എന്താണ് ഈ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടൈം ടേക്കൺ ഫോർ സക്സസീവ് കൊളിഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കൊളിഷൻ എടുത്ത സമയത്തിന് നമ്മൾ എന്താ പറയുക? റിലാക്സേഷൻ ടൈം. അപ്പോൾ അടുത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആബ്സെൻസ് ആണ് ആദ്യം പറഞ്ഞത്. ആ സമയത്ത് ഇലക്ട്രോൺ ഒക്കെ റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്ത് നിങ്ങൾക്ക് കറണ്ട് ഇല്ല അല്ലേ? ഇനി അടുത്ത് ഞാൻ പറയുന്നത് ബിഹേവിയർ ഓഫ് കണ്ടക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളായുള്ള കണ്ടക്ടർ, ഇതാണ് നിങ്ങളായുള്ള കണ്ടക്ടർ എന്ന് വിചാരിക്കുക. കണ്ടക്ടർ നമ്മൾ ചിത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്ര വലുതാക്കി വയ്ക്കും. നമ്മൾ കോപ്പർ വയറൊക്കെ ആയിരിക്കും, സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇത് നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ഒരു ബാറ്ററിയിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോഴാണ് പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്ലസ് ഉണ്ടാക്കി, ഇവിടെ മൈനസ് ഉണ്ടാക്കി, ഇതാണ് നിങ്ങൾ കൊടുത്ത ബാറ്ററി, അതിൻ്റെ വോൾട്ടേജ് ആണ് V. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. കാരണം ഈ ബാറ്ററി കാരണം പ്ലസും മൈനസും വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് വന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ലേ? അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കണ്ടക്ടറിൻ്റെ അകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഇല്ലേ? ഇപ്പം ഇലക്ട്രോൺസ് നേരത്തെ എന്തായിരുന്നു? നമ്മൾ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തില്ല, അപ്പോൾ അവർ തോന്നിയ പോലെ റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്യണേ. ഇപ്പം അങ്ങനെ മൂവ് ചെയ്യാൻ അവർക്ക് പറ്റുമോ?
ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു. ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോൾ ഇവിടെ പ്ലസ്സും ഉണ്ട്, ഇവിടെ മൈനസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെയൊക്കെ ചാർജ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആകുമ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോണൊക്കെ എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും? ഈ പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ അകത്തുള്ള നെഗറ്റീവ്ലി ചാർജിലൊക്കെ പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മൂവ് ചെയ്യുമല്ലേ? മൂവ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കറണ്ട് കിട്ടുമല്ലേ? കറണ്ട് കിട്ടും. പക്ഷേ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്ക് റെപ്രസെൻറ്റ് ചെയ്യാറ്? പ്ലസ്സിൽ നിന്നും മൈനസിലേക്ക്. ശരിയല്ലേ? കാരണം കറണ്ട് എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് പ്ലസ്സിൽ നിന്നും മൈനസിലേക്കാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ശരിയല്ലേ? കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ അവർ പ്ലസ്സിലേക്ക് അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഓരോ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തില്ലേ? ആ മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇതാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഒക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് കിട്ടും. ഇതാണ് പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇവിടെ വരുന്നൊരു ടേം ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നൊരു ടേം ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി സഫിക്സ് ഡി. സ്മോൾ ലെറ്റർ വി ആണ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി സഫിക്സ് ഡി. അപ്പോൾ എന്താണ് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഇലക്ട്രോൺസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവർക്കൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി നമ്മൾ എന്താ പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി. പക്ഷേ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ശരിയല്ലേ? കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി അതിന് നമ്മൾ എന്താ പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടർ. ആ കണ്ടക്ടർ നിങ്ങളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ ഈ കണ്ടക്ടറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറണ്ട് കിട്ടും. കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അയാൾക്കൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി നമ്മൾ എന്താ പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ക്ലിയർ? കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റി acquired by the electron in the presence of electric field. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റി acquired by the electron in the presence of electric field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ അയാൾ കിട്ടുന്ന ഒരു വെലോസിറ്റി. പക്ഷേ ഈ വെലോസിറ്റി ആർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ അവിടെ വരുന്നൊരു ടേം ആണ് ടൗ. ടൗ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം റിലാക്സേഷൻ ടൈം. എന്താണ് റിലാക്സേഷൻ ടൈം? ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവരടുത്ത ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യും. ആ കൊളൈഡ് ചെയ്യാൻ എടുത്ത സമയത്തിന് നമ്മൾ എന്താ പറയുക? റിലാക്സേഷൻ ടൈം. അതുകൊണ്ടാണ് അയാൾക്ക് പിന്നെ നെറ്റ് ആക്സിലറേഷൻ ഒന്നും ഇല്ലാത്തത്. ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനുള്ള റീസൺ. ക്ലിയർ? അപ്പോൾ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ ഉപയോഗിക്കുന്നത് V = U+AT ആണ്. V = U+AT. നമുക്കറിയാം U എന്താണ്? ഇനീഷ്യലി നമുക്കറിയാം U 0 ആണ്. ക്ലിയർ അല്ലേ? കാരണം ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അവരെ U ആവറേജ് വെലോസിറ്റി ഇനീഷ്യലി 0 ആണ്. ക്ലിയർ? അപ്പോൾ U എന്തായി? 0 ആയി. അപ്പോൾ നമുക്ക് Vക്ക് വരെ നമുക്ക് എന്തെടുക്കാം? VD എടുക്കാം. കാരണം V എന്നുള്ള വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയി മാറുക. U നമുക്കറിയാം എന്ത് വരും? 0 വരും. ക്ലിയർ? U ആരായി? 0 ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട T ആണ്. Tക്ക് വരെ നമുക്ക് ടോ എടുക്കാം. കാരണം ഇവിടെ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എടുക്കുന്ന ടേമാണ് റിലാക്സേഷൻ ടൈം. എന്താണ് റിലാക്സേഷൻ ടൈം? ഈ ഇലക്ട്രോൺ പരസ്പരം കൊളിഷൻ എടുത്ത സമയം. അപ്പോൾ T വന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ഇത് ഇക്വേഷൻ 1 കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. ശരിയല്ല? അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാം. F = ma. F = ma. ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ E × E എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ F = QE എന്നുള്ള ഫോർമുല പഠിച്ചില്ലേ? F = QE അല്ലെ? ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F = QE. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. പക്ഷെ ഇവിടെ ഏത് ചാർജാണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ E എടുത്തത് അല്ലേ? അപ്പോൾ F = ma = E × E. ചിലപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം നെഗറ്റീവ് ആയ കാരണം ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ രണ്ടാളും ഒരേ ഡയറക്ഷനിലല്ല. അത് കാണിക്കാനാണ് നെഗറ്റീവ് എടുക്കുന്നത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നെഗറ്റീവിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്ലസ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. A = -EE/m കിട്ടി. ക്ലിയർ? അല്ലെങ്കിൽ E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. E എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. അപ്പോൾ എന്താ കിട്ടുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Vക്ക് പകരം VD. VD = 0 + Aക്ക് പകരം -EE/m
ബൈ എം ഇൻറ്റു ടൈമിന് പകരം ടോ റിലാക്സേഷൻ ടൈം. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് കിട്ടും? വി ഡി ഈക്വൽ ടു മൈനസ് ഇ ഇ ടൗ ബൈ എം ആണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഫോർമുല. വി ഡി ഈക്വൽ ടു മൈനസ് ഇ ഇ ടൗ ബൈ എം. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് വി ഡി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് കാണിക്കാനാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ. ക്ലിയർ? അപ്പോൾ ആ കണ്ടക്ടറിലെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് മൈനസ് ഇ ഇ ടോ ബൈ എം. അതിൽ ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ്, ടൗ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊളീഷൻ എടുത്ത സമയം, അതിനാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയാം. എം എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ? പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആരാവശ്യമില്ല? പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സൈൻ ആവശ്യമില്ല. സൈന് വരെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഇനി ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് റിലേഷൻ ബിറ്റ്വീൻ I and VD. ശ്രദ്ധിക്കുക, നമ്മളിനി പറയുന്ന ചിത്രം സെയിം പിക്ചർ വെച്ചിട്ട് നമ്മളിതും ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് വി ഡി. ഇതിൽ ശ്രദ്ധിക്കണം, ഈ I എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്, വി ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇവർ നമ്മൾ റിലേഷൻ ഉണ്ടാവില്ലേ? കാരണം ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ആരെ കിട്ടുള്ളൂ? ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടുള്ളൂ. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാരണം നമുക്ക് അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്ന റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് വി ഡി ആണ്. ഇവിടെ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. മാറിപ്പോകരുത്, കാരണം എപ്പോഴും കൺഫ്യൂഷൻ വരും. നമ്മൾ ക്യൂ ഇസീക്കൽ എന്നിലെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, 1 2 3, ഒരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടും എൻ ആണ് ഉപയോഗിക്കുന്നത്. ചില ബുക്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ എന്നും ഇത് സ്മോൾ ലെറ്റർ എന്നും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ NCERT രണ്ടും സ്മോൾ ലെറ്റർ എൻ ആണ്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ക്യൂ ഇസീക്കൽ എന്നിലെ സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് നമ്പർ മാത്രമാണ്, അല്ലേ? 1 2 3 എക്സെട്രാസ്. പക്ഷെ നമ്മൾ ഐയും വി ഡിയും തമ്മിലുള്ള റിലേഷൻ ഉപയോഗിക്കുമ്പോൾ എൻ വരുന്നുണ്ട്. അത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല, ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. ശ്രദ്ധിക്കുക, ക്യൂ ഇസിക്കൽ എൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ വെറും അത് ആണെങ്കിൽ ക്യാപിറ്റൽ എൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ ബുക്കിൽ സ്മോൾ ലെറ്റർ ആയ കാരണമാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അത് ജസ്റ്റ് നമ്പർ മാത്രം. ഇവിടെയും എൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ മീനിങ് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം ആണ്. ക്ലിയർ? അപ്പൊ എനിക്ക് കണ്ടുപിടിക്കുന്നത്, ഇപ്പൊ ഇതാണ് എൻ്റെ കണ്ടക്ടർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇതാണ് എൻ്റെ കണ്ടക്ടർ എന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ് L, ഇയാളെ ഏരിയ ക്രോസ് സെക്ഷൻ ആണ് A എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് ഞാൻ എടുത്ത കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ലെങ്ത് ഞാൻ L എടുത്തു, A എന്തെടുത്തു? ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് കണ്ടക്ടർ, അല്ലേ? A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ? A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഈ കണ്ടക്ടറിൻ്റെ അകത്ത്? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഞാൻ കണ്ടുപിടിക്കുക. അതിന് എന്ത് ചെയ്യണം? N ഇൻറ്റു വോളിയം ചെയ്യണ്ടേ? മാറിപ്പോരുത്, കാരണം N എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഈ കണ്ടക്ടറിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? N ഇൻറ്റു വോളിയം. ക്ലിയർ? സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ N ഇൻറ്റു വോളിയം A ഇൻറ്റു L അല്ലേ വരിക? കാരണം ഇതൊരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയം എത്രയാണ്? സിലിണ്ടർ വോളിയം V is equal to πr² H ആണ്. πr² എന്ന് പറഞ്ഞാൽ ഏരിയ, അല്ല H എന്ന് പറഞ്ഞാൽ ലെങ്ത്. അപ്പോൾ വോളിയം എപ്പോഴും തന്നെ വരെ ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ ആ വയറിന്റെ വോളിയം എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? AL തുല്യമായിരിക്കും. ക്ലിയർ? അപ്പൊ NaL. ക്ലിയർ? അപ്പൊ എനിക്കിപ്പോൾ ഈ കണ്ടക്ടറിന്റെ അകത്തുള്ള ഇലക്ട്രോൺസിന് എണ്ണം കിട്ടി. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? NaL. ഇനി ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് എത്രയാണ്? ചാർജ് ഓഫ് ഈച്ച് ഇലക്ട്രോൺ EL. മാഗ്നിറ്റ്യൂഡ് ആട്ടെ നോക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് സൈനൊക്കെ എടുത്തത്. ചാർജ് ഓഫ് ഈച്ച് ഇലക്ട്രോൺ. അപ്പോൾ ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് എത്രയാണ്? E ആണ്. ക്ലിയർ? ഓരോ ഇലക്ട്രോണിന്റെ ചാർജ് E. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് ഉണ്ട് ഇവിടെ.
ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഞാൻ Q. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിൻ്റെ അകത്ത്? NaL ഇലക്ട്രോൺസ് ഇല്ല അതിൻ്റെ അകത്ത്. ആ ഓരോ ഇലക്ട്രോണിൻ്റെയും ചാർജ് എത്രയാണ്? E. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ചാർജ് എന്ത് വരും? ഈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ചാർജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? NaL ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനത്തെ എത്ര ഉണ്ട്? ഇതാണ് മൊത്തം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതിൻ്റെ ഓരോരുത്തരുടെ ചാർജ് E. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ത് കിട്ടും? NaL ഇൻറ്റു E വരില്ലേ? ശരിയല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു NeAl. ക്ലിയർ? ഇനി ചാർജ് കിട്ടി നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കറണ്ട് I ഈക്വൽ ടു Q/T. ശരിയല്ലേ? ചാർജ് ബൈ ടൈം. ചാർജ് ഇപ്പോൾ എത്ര കിട്ടി നിങ്ങൾക്ക്? ചാർജ് കിട്ടിയത് NeAl ഡിവൈഡിങ് ബൈ T വരും. ശരിയല്ലേ? ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, L/T എന്നുള്ള റിലേഷൻ നമുക്ക്. L/Tന്റെ മീനിങ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? L/T ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ L/T ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി അല്ലേ? ഇവിടെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആരാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി, V∗D. മനസ്സിലാവുന്നുണ്ടോ? കാരണം L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ക്ലിയർ? പക്ഷേ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് മാത്രം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? I ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു L/Tക്ക് വരും VD വരും. അപ്പോൾ എന്ത് കിട്ടും? I ഈക്വൽ ടു NeAVD. ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷൻ. I ഈക്വൽ ടു എന്താ വരിക? NeAVD. ക്ലിയർ? അപ്പോൾ നമ്മൾ റിലേഷൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? I ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു VD വരും. ശരിയല്ലേ? അത് നമുക്ക് ലോജിക്കലി മനസ്സിലാവും. കാരണം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. അപ്പോഴല്ലേ കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്താൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും. സ്പീഡ് കുറവാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ അവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ? അപ്പോൾ I ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു VD. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. I ഈസിക്കൽ എന്താണ്? NeAVD. ഇതിൽ N മാറിപ്പോയത് ഇവിടുത്തെ N എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം ആണ്. ക്ലിയർ? E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. VD എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ക്ലിയർ? അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് VD. ക്ലിയർ ആണോ? ഇനി ഈ N-ഉം QE ഇസ്കൽ N, ആ N-ഉം കൺഫ്യൂഷൻ വേണ്ട. അത് വെറും നമ്പറാണ്. ഇത് നമ്പർ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ ചിത്രമാണ് നിങ്ങൾ ഈ ഡെറിവേഷന് വരയ്ക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ ഓൾറെഡി ഈ കറണ്ട് ഡെൻസിറ്റി വെച്ച് ഒരു റിലേഷൻ പറയാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി കറണ്ട് ഡെൻസിറ്റിന്റെ ഫോമിൽ എന്താ വിളിച്ചത്? J ഈക്വൽ ടു I/A ആയിരുന്നല്ലേ? കറണ്ട് ഫ്ലോവിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ I നിങ്ങൾക്ക് എന്താ കിട്ടിയത്? I ഈക്വൽ ടു NeAVD കിട്ടി. ശരിയല്ലേ? ഡിവൈഡിങ് ബൈ A. അപ്പോൾ ഈ ഏരിയയും ക്യാൻസൽ ആവും. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി നമുക്ക് ഒരു പുതിയ ഫോമുല കിട്ടും. J ഈക്വൽ ടു എന്ത് വരും? NeVD വരും. J ഈക്വൽ ടു NeVD. ക്ലിയർ? അത് കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ടുള്ള റിലേഷൻ. ഇനി അതേപോലെ തന്നെ ഇവിടെ വരുന്ന വേറൊരു ടേമാണ് മൊബിലിറ്റി എന്നുള്ള ടേം. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നൊരു ടേമാണ് മൊബിലിറ്റി. മൊബിലിറ്റിനെ നമ്മൾ സാറിന് മ്യൂ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. മൊബിലിറ്റി, മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് മൊബിലിറ്റിയാണ്. മൊബിലിറ്റി എന്നാൽ ചാർജ് കാരിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ചാർജ് കാരിയേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ മൊബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ, ഓരോ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ കണ്ടക്ടർ എടുത്തു നോക്കാം. അപ്പോൾ മെയിനായിട്ട് കണ്ടക്ടറെ പഠിക്കാനുള്ളൂ. ഈ കണ്ടക്ടറിൻ്റെ അകത്ത് ആരാണ് ചാർജ് കാരിയേഴ്സ്? കണ്ടക്ടറിൻ്റെ അകത്ത് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. കണ്ടക്ടറിനകത്ത് ചാർജ് കാരിയേഴ്സ് ആരാണ്? ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കണ്ടക്ടറിൻ്റെ അകത്തുള്ള ചാർജ് കാരിയേഴ്സ് എപ്പോഴും ആരായിരിക്കും? ഫ്രീ ഇലക്ട്രോൺ ആയിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഒരുപാടുണ്ടെങ്കിൽ കണ്ടക്ടർ നല്ലൊരു ചാർജ് കാരിയറാന്ന് പറയാം. ആ ടേമിന് നമ്മൾ എന്താ പറയുക? മൊബിലിറ്റി എന്ന് പറയാം. ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ സെമി കണ്ടക്ടർ എടുത്തു നോക്കുക. നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ സെമി കണ്ടക്ടറിൻ്റെ അകത്തുള്ള ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോണും ഉണ്ടാവും, ഹോളും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സെമി കണ്ടക്ടറിൻ്റെ അകത്തുള്ള ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇലക്ട്രോൺ വരാം അല്ലെങ്കിൽ ഹോളും വരാം. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് അയോണും ഉണ്ടാവും, നെഗറ്റീവ് അയോണും ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഗ്യാസസിലെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസും വരാം, നെഗറ്റീവ് അയോൺസും വരാം. സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രോണും വരാം, ഹോളും വരാം.
കണ്ടക്ടറിൻ്റെ അകത്ത് എപ്പോഴും ആരായിരിക്കും? ഫ്രീ ഇലക്ട്രോൺസ്. നമ്മൾ മെയിനായിട്ട് ആരെ പഠിക്കുന്നത്? കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ആരുണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഈ മൊബിലിറ്റി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കലി നമ്മൾ മൊബിലിറ്റി ഈസ് ഈക്വൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ശ്രദ്ധിക്കുക, മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ എന്ത് വരും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇയാളെ SI യൂണിറ്റ് നമ്മൾ സാധാരണ നമ്മൾ പറയാറ് എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് നമ്മൾ സാധാരണ വോൾട്ട് പെർ മീറ്റർ ഒക്കെ എടുക്കാറുണ്ട്. കാരണം E ഈസ് ഈക്വൽ ടു ഒരു ഫോർമുല ഉണ്ട്, ഞാൻ പറഞ്ഞു നേരത്തെ, V/L, വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി മ്യൂവിൻ്റെ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? ഇയാൾക്ക് m(s)−1, കാരണം വെലോസിറ്റിയാണ്, മീറ്റർ s(−1). പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വോൾട്ട് പെർ മീറ്റർ എടുക്കുക. അപ്പോൾ ഈ മീറ്റർ മുകളിൽ പോകും, വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഇയാൾ SI യൂണിറ്റ് എന്താ വരിക? മീറ്റർ സ്ക്വയർ വോൾട്ട് സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഈ മ്യൂ മൊബിലിറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ വോൾട്ട് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആ ടേം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല എന്താ കിട്ടിയത്? E(τ/m) ആണ് അല്ലേ? സൈന് ഞാൻ എടുക്കുന്നില്ല, സൈൻ എടുക്കുന്ന ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മ്യൂ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു E(τ/m). വീണ്ടും ഒരു ഉണ്ട്, അപ്പോൾ ഈ ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ എന്ത് വരും? E(τ) ഡിവൈഡിങ് ബൈ എന്ത് വരും? m വരും. E(τ) ഡിവൈഡിങ് ബൈ m വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ വേറൊരു ഫോർമുല. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി E(τ/m) വെച്ച് റെപ്രസെന്റ് ചെയ്താൽ E(τ/m) എഴുതാം. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂണിറ്റ് നമ്മൾ സാധാരണ എന്തെടുക്കാറുണ്ട്? മീറ്റർ സ്ക്വയർ വോൾട്ട് സെക്കൻഡ് ഇൻവേഴ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇനി അയാളെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, മ്യൂവിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ചാർജിൻ്റെ ഡയമെൻഷൻ എന്താണ്? AT ആണ്, ആംബിയർ ടൈം. ക്ലിയർ? ടൗ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം, എഗെയിൻ ടൈം വരും, കാരണം റിലാക്സേഷൻ ടൈമും ടൈം തന്നെയാണ്. ഡിവൈഡിങ് ബൈ m എന്ന് പറഞ്ഞാൽ മാസ്, ക്യാപിറ്റൽ ലെറ്റർ M വരും. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? m⁻⁻1 AT². ഇതായിരിക്കും മൊബിലിറ്റിൻ്റെ ഡയമെൻഷൻ, m⁻⁻1 AT². ക്ലിയർ?